വിശപ്പിന്റെ മുമ്പിൽ വീഴാതിരിക്കാനുള്ള കാലമാണ് നോമ്പുകാലം. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ കാലം കടന്നു പോകുന്ന ഏറ്റവും വലിയ വിശപ്പെന്ന് പറയുന്നത് ഭക്ഷണമില്ലാത്തതിന്റെ വിശപ്പല്ല, സ്നേഹത്തിന്റെ ദാരിദ്ര്യം മൂലമുണ്ടാകുന്ന വിശപ്പാണ്. കച്ചവടത്തിലെ നഷ്ടം പരിഹരിക്കാനായിട്ട് മോഷണം ശീലമാക്കിക്കൂടാ. അതൊരു പക്ഷെ സന്യാസത്തോടും പൗരോഹിത്യത്തോടും ഒക്കെയുള്ള ഓർമ്മപ്പെടുത്തലായും കുടുംബജീവിതക്കാരുടെ ജീവിതത്തിന്റെ ഓർമ്മപ്പെടുത്തലായും ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവന്റെയും ഓർമ്മപ്പെടുത്തലായിട്ടും അതിനെ മനസ്സിലാക്കണം. മരുഭൂമിയിലെ പരീക്ഷയിൽ കല്ലുകളെ അപ്പമാക്കാനായിട്ട് പ്രലോഭനമുണ്ടായപ്പം തമ്പുരാൻ എടുത്ത നിലപാട് വളരെ കൃത്യതയാർന്നതാണ്. കാലാന്തരത്തിൽ ആ കല്ല് മണ്ണിൽ ലയിച്ചു ചേർന്ന് വൃക്ഷം അത് വലിച്ചെടുത്ത് അത് പഴമായി, ഫലമായി, നിശ്ചയമായും അത് അപ്പമായി, വിശപ്പിന്റെ അന്നമായി രൂപാന്തരപ്പെടും. എന്നാൽ കുറുക്കുവഴികളിലൂടെ, നീതിപൂർവകമല്ലാത്ത നിലപാടിലൂടെ വിശപ്പിന് പരിഹാരം തേടാൻ പാടില്ല. ജീവിതത്തിന്റെ ഊട്ടുമേശകളെ വിട്ടിട്ട് എന്റെ തന്നിഷ്ടത്തിന്റെ ഇടം വിശപ്പിന്റെ പരിഹാരമായി തേടാൻ പാടില്ല. ദാമ്പത്യത്തിന്റെ ഊട്ടുമേശകളെ വിട്ടിട്ട്, സന്യാസത്തിന്റെ ഊട്ടുമേശകളെ വിട്ടിട്ട്, എന്റെ ഉത്തരവാദിത്വത്തിന്റെ ഊട്ടുമേശകളെ വിട്ടുപേക്ഷിച്ചിട്ട്, ദൈവമെന്നിലൂടെ സ്വപ്നം കണ്ട സാധ്യതകളുടെ ഊട്ടുമേശകളെ വിട്ടുപേക്ഷിച്ചിട്ട് താൽക്കാലികമായ കുറുക്കുവഴിയുടെ തൃപ്തിയിടങ്ങളെ തേടിയാൽ ഈ നോമ്പുകാലം കഴിയുമ്പം സങ്കടം മാത്രം എനിക്ക് ശേഷിക്കും. ദൈവമേ, നീ എന്നിലായിരുന്നു, ഞാൻ നിന്നിലായിരുന്നില്ല. വിശപ്പിന്റെ ഈ കാലത്തിന്റെ വിളിയോട് ബോധപൂർവകമായിട്ട്, നീതിപൂർവകമായിട്ട് നിലപാടെടുക്കാൻ ഈ നോമ്പിലെങ്കിലും നമുക്കാവട്ടെ.